അസ്സലാമു അലൈക്കും. 8ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇഹ്സാൻ 4ാം പാഠം അൽ ഹുബ്ബു ഫില്ലാഹി, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹം എന്ന പാഠമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് പാഠവും അർത്ഥവും തെദ്രീബാത്തും സ്ക്രീനിൽ നോക്കി തന്നെ പഠിക്കാവുന്ന രീതിയിലാണ് വീഡിയോ നിർമ്മിച്ചിട്ടുള്ളത്. നമുക്ക് നേരെ പാഠത്തിലേക്ക് കടക്കാം. അത്തഹാബുബു, പരസ്പരം സ്നേഹിക്കുക എന്നത്, ഫില്ലാഹി, അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുക എന്നത്. വൽ ഉഹുവത്തു, സാഹോദര്യം, ഫി ദീനിഹി, അള്ളാഹുവിന്റെ ദീനിലുള്ള സാഹോദര്യം, അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുക, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ദീനിൽ സാഹോദര്യം സ്ഥാപിക്കുക എന്നതൊക്കെ മിൻ അഫ്ളലിൽ ഇബാദാത്തി, ആരാധനകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായതാണ്. വമിൻ സമറാത്തി, ഫലങ്ങളിൽപ്പെട്ടതാണ്, പ്രയോജനങ്ങളിൽപ്പെട്ടതാണ്. ഹുസ്നിൽ ഖുൽഖി, സൽ സ്വഭാവത്തിന്റെ, പരസ്പരം സ്നേഹിക്കുക എന്നതും അള്ളാഹുവിന്റെ മാർഗത്തിൽ സാഹോദര്യം സ്ഥാപിക്കുക എന്നുള്ളതും സൽ സ്വഭാവത്തിന്റെ ഫലങ്ങളിൽ പെട്ടതാണ്. എന്നാലോ അത്തബാഗുദു, പരസ്പരം കോപിക്കുക എന്നത്, വത്തഖാലുഫു, പരസ്പരം ഭിന്നിക്കുക എന്നത്, മിൻ സമറാത്തി, പ്രയോജനങ്ങളിൽ പെട്ടതാണ്. സൂഇൽ ഖുൽഖി, മോശമായ സ്വഭാവത്തിന്റെ, പരസ്പരം കോപിക്കുക എന്നുള്ളതും പരസ്പരം ഭിന്നിക്കുക എന്നുള്ളതും മോശപ്പെട്ട സ്വഭാവത്തിന്റെ ഫലങ്ങളിൽ പെട്ടതാണ്. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു, ഏറ്റവും കൂടുതൽ ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള കാരണം എന്താ? നബി തങ്ങൾ പറയാണ്, അക്സറു മാ യുദ്ഖിലുൻ നാസൽ ജന്ന, ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് തഖ്വല്ലാഹി, അള്ളാഹുവിനോടുള്ള തഖ്വയാണ്, അതുപോലെ തന്നെ വഹസ്നുൽ ഖുൽഖി, സൽ സ്വഭാവമാണ്. വകുല്ലു ജമീലിൻ, എല്ലാ ഭംഗിയുള്ളതും, ലദീദുൻ, മധുരമുള്ളതാണ്. വകുല്ലു ലദീദിൻ, എല്ലാ മധുരമുള്ളതും, മഹ്ബൂബുൻ, ഇഷ്ടപ്പെട്ടതാണ്. ഇന്ന, നമ്മൾ, നുഹിബ്ബു, ഇഷ്ടപ്പെടുന്നു, അൽ അസ്ഹാറ, പുഷ്പങ്ങളെ, വൽ അൻഹാറ, നദികളെ, വഹാദിഹിൽ മഹബ്ബത്തു, ഈ സ്നേഹം, അതായത് പുഷ്പങ്ങളെയും നദികളെയും നമ്മൾ ഇഷ്ടപ്പെടുന്നു. ഈ ഒരു ഇഷ്ടപ്പെടൽ തഖഉ ബിൽ ഇത്തിഫാഖി, ആകസ്മികമായി സംഭവിക്കുന്നതാണ്. ബിദൂനിൽ ഇഖ്തിയാരി, തെരഞ്ഞെടുക്കാതെ. അതായത് നമ്മൾ നദികളെ, പുഷ്പങ്ങളെ ഇഷ്ടപ്പെടുന്നത് ഇതൊരു പൂവാണല്ലോ, ഇതൊരു റോസാപ്പൂവാണല്ലോ, അതുകൊണ്ട് ഇതിനെ ഇഷ്ടപ്പെടാം എന്നല്ല. നമ്മൾ റോസാപ്പൂ കാണുമ്പോ അല്ലെങ്കിൽ നദികൾ കാണുമ്പോ സ്വാഭാവികമായും അതിനോടൊരു സ്നേഹം നമുക്ക് വരും. എന്നാൽ വൽ മഹബ്ബത്തു ഫില്ലാഹി, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹം എന്നത് ലൈസ കദാലിക, അപ്രകാരമല്ല, അത് ആകസ്മികമായി സംഭവിക്കുന്നതല്ല, നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ്. എങ്ങനെ? വഹിയ, ഇനി അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹം, അന്നുഹിബ്ബ, നമ്മൾ ഇഷ്ടപ്പെടലാണ്, ഷഖ്സൻ, ഒരാളെ, ലി അംറിൻ, ഒരു കാര്യത്തിന് വേണ്ടി. ആ കാര്യം എന്തായിരിക്കണം? റാജിഇൻ, അത് മടങ്ങുന്നു, ഇലാ ഹള്ളിൻ, വിജയത്തിലേക്ക്, മിൻ ഹുലൂദിൽ ആഖിറ, ആഖിറത്തിലെ വിജയങ്ങളിൽ നിന്നുള്ള വിജയത്തിലേക്ക് മടങ്ങുന്ന കാര്യത്തിന് വേണ്ടി ഒരാളെ സ്നേഹിക്കലാണ്. അതായത് സ്നേഹത്തെ കുറിച്ച് 2 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. നമ്മൾ പുഷ്പങ്ങളെയും നദികളെയും ഇഷ്ടപ്പെടുന്നു. എന്തുകൊണ്ടാണ്? അത് ആകസ്മികമായി നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്നതാണ്, അല്ലാതെ നമ്മൾ സെലക്ട് ചെയ്യലല്ല. അത് റോസാപ്പൂവാണല്ലോ, അതുകൊണ്ട് അതിനെ ഇഷ്ടപ്പെടാം എന്നല്ല. സ്വാഭാവികമായും പുഷ്പങ്ങളെ കാണുമ്പോൾ, നദികളെ കാണുമ്പോൾ നമുക്കൊരു സ്നേഹം അതിനോട് വരുന്നു. എന്നാൽ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹം ആകസ്മികമായി സംഭവിക്കുന്നതല്ല, നമ്മൾ സെലക്ട് ചെയ്യണം. എന്താണ് നമ്മൾ സെലക്ട് നോക്കേണ്ടത്? ഒരാള് ആഖിറത്തിന്റെ സൗഭാഗ്യങ്ങളിൽ നിന്നുള്ള സൗഭാഗ്യങ്ങളിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ആഖിറത്തിന് വേണ്ടി എന്ത് ചെയ്യുക, ഒരാൾ ജീവിക്കുന്നുണ്ട്, അപ്പോൾ അവനെ സ്നേഹിക്കുക. ഇതാണ് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹം. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹം, അതിന് ചില ഉദാഹരണങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. കമൻ, ഒരുത്തനെ പോലെ, യുഹിബ്ബു, അവൻ ഇഷ്ടപ്പെടുന്നു, ഉസ്താദഹു, അവന്റെ ഉസ്താദിനെ, ഒരാൾ തന്റെ ഉസ്താദിനെ ഇഷ്ടപ്പെടുന്നു. എന്തിനു വേണ്ടി? ലികൗനിഹി മുർഷിദൻ, ഉസ്താദ് മാർഗനിർദ്ദേശം നൽകുന്ന കാരണത്താൽ. വഹാദിയൻ ഇലൽ ഖൈരി, നന്മയിലേക്ക് നയിക്കുന്ന കാരണത്താലും ഒരാൾ തന്റെ ഉസ്താദിനെ സ്നേഹിക്കുന്നു. ഇത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹമാണ്. അതുപോലെ തന്നെ
വക്കമൻ ഒരുത്തനെ പോലെ യുഹിബ്ബു അവൻ ഇഷ്ടപ്പെടുന്നു സൗജതഹു അവന്റെ ഭാര്യയെ ലികൗനിഹ അവൾ ആയതുകൊണ്ട് സബബൻ ഫി ഇഫ്ഫതിഹി അവന്റെ ചാരിത്രശുദ്ധിക്ക് കാരണമായതിനാൽ ഒരാൾ തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നു. ഇതും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹമാണ്. അതുപോലെ തന്നെ വക്കമൻ ഒരുത്തനെ പോലെ യുഹിബ്ബു അവൻ ഇഷ്ടപ്പെടുന്നു സ്വദീഖഹു അവന്റെ കൂട്ടുകാരനെ ലികൗനിഹി അവൻ ആയതുകൊണ്ട് മുഅ്മിനൻ സ്വാലിഹൻ മുഅ്മിനൻ സത്യവിശ്വാസി സ്വാലിഹൻ സ്വാലിഹായ സത്യവിശ്വാസി ആയതിനാൽ ഒരാൾ തന്റെ കൂട്ടുകാരനെ ഇഷ്ടപ്പെടുന്നു. ഇതും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹമാണ്. അതായത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹത്തിന്റെ 3 ഉദാഹരണങ്ങളാണ് പറഞ്ഞത്. ഒരാൾ തന്റെ ഉസ്താദിനെ സ്നേഹിക്കുന്നു. എന്തുകൊണ്ട്? ഉസ്താദ് മാർഗനിർദ്ദേശനം നൽകുന്നു, അതുപോലെ നന്മയിലേക്ക് നയിക്കുന്നു. രണ്ടാമത് പറഞ്ഞത് ഒരാൾ തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നു. എന്തുകൊണ്ട്? തന്റെ ഭാര്യ കാരണം അവൻ ചാരിത്രശുദ്ധി ഉള്ളവരാണ്. മൂന്നാമത്തത് ഒരാൾ തന്റെ കൂട്ടുകാരനെ സ്നേഹിക്കുന്നു. എന്തുകൊണ്ട്? കൂട്ടുകാരൻ സ്വാലിഹായ സത്യവിശ്വാസിയാണ്. ഇനി വൽ മഹബ്ബത്തു സ്നേഹം ലിഹല്ലിൻ ആജിലിൻ താൽക്കാലികമായ നേട്ടത്തിന് വേണ്ടിയുള്ള സ്നേഹം ഫി ദുനിയ ദുനിയാവിൽ ലൈസ മഹബ്ബതൻ ഫില്ലാ അത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹമല്ല. വൽ മുഹിബ്ബു ഇഷ്ടപ്പെടുന്ന ആള് ഫില്ലാഹി അള്ളാഹുവിന്റെ മാർഗത്തിൽ ലാബുദ്ദ അത്യാവശ്യമാണ് അയ്യകൂന മുബിഗിളൻ ഫില്ലാ അള്ളാഹുവിന്റെ മാർഗത്തിൽ കോപിക്കലും അത്യാവശ്യമാണ്. ഇതാ അഹ്ബബിന നമ്മൾ ഇഷ്ടപ്പെട്ടാൽ ഇൻസാനിൻ ഒരാളെ ഒരു മനുഷ്യനെ നമ്മൾ ഇഷ്ടപ്പെട്ടാൽ എന്തിനാ നമ്മൾ ഒരാളെ ഇഷ്ടപ്പെട്ടത് സ്നേഹിച്ചത്? ലികൗനിഹി മുതീഅൻ ലില്ലാ അവൻ അള്ളാഹുവിൽ വഴിപ്പെട്ടതിനാൽ അള്ളാഹുവിൽ വിധേയപ്പെട്ട് ജീവിക്കുന്നതിനാൽ നമ്മൾ ഒരാളെ ഇഷ്ടപ്പെട്ടാൽ ഫലാ ബുദ്ദ അപ്പോൾ അത്യാവശ്യമാണ് അന്നു ബഗൈലഹു അവനോട് കോപിക്കലും ഇദാ അസല്ലാ അള്ളാഹുവിനോട് തെറ്റ് ചെയ്താൽ. വൽ മുഹിബ്ബു ഇഷ്ടപ്പെടുന്നവൻ ലിത്വാഅത്തി അള്ളാഹുവിൽ വിധേയപ്പെടുന്ന കാര്യത്തിനെ ഇഷ്ടപ്പെടുന്ന ആൾ. അതുപോലെ തന്നെ വഅഹ്ലിഹ അള്ളാഹുവിൽ വിധേയപ്പെടുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നവൻ. യുബ്ഗിദു അവൻ കോപിക്കണം അൽ മഅസിയത തെറ്റിനെയും വഅഹ്ലിഹ തെറ്റ് ചെയ്യുന്ന ആളുകളെയും. അതായത് ഇവിടെ പറഞ്ഞത് ഒരാൾ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നുണ്ട്, അതുകൊണ്ട് അയാളെ നമ്മൾ സ്നേഹിച്ചാൽ അയാൾ തെറ്റ് ചെയ്താൽ നമ്മൾ അയാളോട് കോപിക്കണം. അതുപോലെ തന്നെ നമ്മൾ അള്ളാഹുവിൽ വിധേയപ്പെട്ട് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു, അതുപോലെ അള്ളാഹുവിൽ വിധേയപ്പെട്ട് ജീവിക്കുന്ന ആളുകളെയും നമ്മൾ ഇഷ്ടപ്പെടുന്നു. എന്നാൽ നമ്മൾ തെറ്റിനെയും തെറ്റ് ചെയ്യുന്ന ആളുകളെയും എന്ത് ചെയ്യണം? വെറുക്കണം. വഅലൽ മുഹിബ്ബി ഇഷ്ടം വെക്കുന്ന ആളുടെ മേൽ ബാധ്യതയാണ് എന്ത്? ഇഖ്ബാറു അറിയിക്കൽ അൽ മഹ്ബൂബി സ്നേഹിക്കപ്പെടുന്നവനെ ബിൽ മഹബ്ബത്ത് സ്നേഹം കൊണ്ട്. അതായത് നാം വേറൊരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് അവനോട് പറയണം. വഫിൽ ഹദീസി ഹദീസിലുണ്ട് നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ത്? ഇദാ അഹബ്ബ റജുലു ഒരാൾ ഇഷ്ടപ്പെട്ടാൽ അഖാഹു അവന്റെ സഹോദരനെ ഫൽയുഖ്ബിറുഹു അപ്പോൾ അവനെ അറിയിക്കട്ടെ അന്നഹു യുഹിബ്ബുഹു അവനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് അവൻ അറിയിക്കട്ടെ. അതായത് ഒരാളോട് സ്നേഹം ഉണ്ടായാൽ അയാളോട് ചെന്ന് പറയണത് ഞാൻ എന്നെ സ്നേഹിക്കുന്നു എന്ന്. അൻ അനസ് റളിയല്ലാഹു അൻഹു അനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളെ തൊട്ട് അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തു. സലാസുൻ 3 കാര്യങ്ങൾ മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ 3 കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ അയാൾക്ക് ഈമാനിന്റെ മാധുര്യം ലഭിച്ചു. ഏതൊക്കെയാണ് 3 കാര്യങ്ങൾ? 1 അയ്യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ അള്ളാഹുവും അവന്റെ റസൂലും മറ്റെല്ലാത്തിനേക്കാളും അവൻക്ക് ഇഷ്ടമാവലാണ്. രണ്ടാമത്തത് വയുഹിബ്ബ അവൻ ഇഷ്ടപ്പെടലാണാൽ ഒരാളെ ഒരു വ്യക്തിയെ ലാ യുഹിബ്ബുഹു അവൻ അയാളെ ഇഷ്ടപ്പെടുന്നില്ല ഇല്ലാലില്ല അള്ളാഹുവിന് വേണ്ടിയല്ലാതെ. അതായത് അള്ളാഹുവിന് വേണ്ടി മാത്രം ഒരാളെ സ്നേഹിക്കുക. മൂന്നാമത്തത് വയക്റഹ അവൻ വെറുക്കലാണ് അയ്യഊദ മടങ്ങി പോകുന്നതിനെ ഫിൽ കുഫ്രി കുഫ്രിൽ ബഅദ അൻ അൻഖദഹു
അള്ളാഹു അവനെ രക്ഷപ്പെടുത്തിയതിനു ശേഷം വീണ്ടും കുഫറിലേക്ക് തന്നെ പോകുന്നത് അവൻ വെറുക്ക. ഏത് വെറുക്കുന്നത് പോലെ? കമാ യക്റഹു അവൻ വെറുക്കുന്നത് പോലെ, അൻ യുഖ്ദഫ ഫിന്നാർ തീയിൽ എറിയപ്പെടുന്നത് വെറുക്കുന്നത് പോലെ അവൻ വെറുക്കലാണ്. ഈ 3 കാര്യങ്ങൾ ഒരാൾക്കുണ്ടായാൽ അയാൾക്ക് ഈമാനിന്റെ മാധുര്യം ലഭിച്ചു എന്ന് നബി തങ്ങൾ പറഞ്ഞു. ഇനി നമുക്ക് ഈ പാഠത്തിലെ തെദിരീബാത്തുകൾ ഒന്ന് നോക്കാം. നുസഹിഹു നമുക്ക് ശരിയാക്കാം അൽ ഖതഅ തെറ്റ് ശരിയാക്കാനാണ്. അത്തഹാബുബു പരസ്പരം ഇഷ്ടപ്പെടുക എന്നത് മിൻ സമറതി സൂഇൽ ഖുൽഖി മോശപ്പെട്ട സ്വഭാവത്തിന്റെ ഫലങ്ങളിൽ പ്രയോജനങ്ങളിൽ പെട്ടതാണ്. ഇത് തെറ്റാണ്. അതെന്താണ് അതിന്റെ ശരി? അത്തഹാബുബു പരസ്പരം ഇഷ്ടപ്പെടുക എന്നത് മിൻ സമറതി ഹുസ്നിൽ ഖുൽഖി സൽസ്വഭാവത്തിന്റെ പ്രയോജനങ്ങളിൽ പെട്ടതാണ്. രണ്ടാമത്തത് അത്തബാഗുദു പരസ്പരം കോപിക്കുക എന്നത് മിൻ സമറതി ഹുസ്നിൽ ഖുൽഖി സൽസ്വഭാവത്തിന്റെ പ്രയോജനങ്ങളിൽ പെട്ടതാണ്. അത് തെറ്റാണ്. എന്താണ് അതിന്റെ ശരി? അത്തബാഗുദു പരസ്പരം കോപിക്കുക എന്നത് മിൻ സമറതി സൂഇൽ ഖുൽഖി മോശപ്പെട്ട സ്വഭാവത്തിന്റെ പ്രയോജനങ്ങളിൽ പെട്ടതാണ്. നുജീബു നമുക്ക് ഉത്തരം പറയാം. അക്സറു മായുദ്ഖിലുന്നാസൽ ജന്ന മാഹുവ ജനങ്ങളിൽ അധിക ആളുകളും സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് എന്തുകൊണ്ടാണ്? തഖ്വല്ലാഹി വ ഹുസ്നുൽ ഖുൽഖി അള്ളാഹുവിനോടുള്ള തഖ്വയും സൽസ്വഭാവവും കൊണ്ടാണ്. അടുത്തത് മാ മഅനൽ മഹബ്ബതി ഫില്ല അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹം എന്നതിന്റെ അർത്ഥം എന്താണ്? അതായത് അന്നുഹിബ്ബ നമ്മൾ ഇഷ്ടപ്പെടലാണ് ഷഖ്സൻ ഒരാളെ ഒരു വ്യക്തിയെ എന്തിന്? ലി അംറിൻ ഒരു കാര്യത്തിന് വേണ്ടി. റാജിഇൻ അത് മടങ്ങുന്നു ഇലാ ഹള്ളിൻ സൗഭാഗ്യത്തിലേക്ക് മിൻ ഹുലൂദിൽ ആഖിറ ആഖിറത്തിന്റെ സൗഭാഗ്യങ്ങളിൽ നിന്നുള്ള സൗഭാഗ്യത്തിലേക്ക് മടങ്ങുന്ന ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടലാണ്. അതാണെന്ത്? അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹം, ഇഷ്ടപ്പെടൽ. സലാസുൻ 3 കാര്യങ്ങൾ മൻ കുന്ന ഫീഹി ഒരാളിൽ ഉണ്ടായാൽ വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ അയാൾക്ക് ഈമാനിന്റെ മാധുര്യം ലഭിച്ചു. മാഹുന്ന ഏതൊക്കെയാണ് 3 കാര്യങ്ങൾ? ഒന്ന് അയ്യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ അല്ലാഹും അവന്റെ റസൂലും മറ്റെല്ലാത്തിനേക്കാളും അവൻ ഇഷ്ടപ്പെടലാണ്. രണ്ടാമത്തത് വയുഹിബ്ബ അവൻ ഇഷ്ടപ്പെടലാണ് അൽ മർഅ ഒരു വ്യക്തിയെ ലാ യുഹിബ്ബുഹു അവൻ ഇഷ്ടപ്പെടുന്നില്ല ഇല്ലാ ലില്ലാഹി അള്ളാഹുവിന് വേണ്ടിയല്ലാതെ. അതായത് അള്ളാഹുവിന് വേണ്ടി മാത്രം ഒരാളെ സ്നേഹിക്കാം. മൂന്നാമത്തത് അവൻ വെറുക്കലാണ് മടങ്ങുന്നതിനെ ഫിൽ കുഫ്രി കുഫ്രിലേക്ക് മടങ്ങുന്നതിനെ അവന് വെറുക്കുക. ബഅദ അൻ അൻഖദഹു അല്ലാഹു അവനെ രക്ഷപ്പെടുത്തിയതിന് ശേഷം മിൻഹു കുഫ്രിൽ നിന്ന് അള്ളാഹുവിനെ രക്ഷപ്പെടുത്തി മുസ്ലിമായി വീണ്ടും അതിലേക്ക് തന്നെ മടങ്ങി പോകുന്നത് അവൻ വെറുക്കണം. എങ്ങനെ വെറുക്കണം? കമാ യക്റഹു അവൻ വെറുക്കുന്നത് പോലെ അൻ യുഖ്ദഫ ഫിന്നാരി തീയിൽ എറിയുന്നത് വെറുക്കുന്നത് പോലെ കുഫറിലേക്ക് മടങ്ങി പോകുന്നതിനെ അവൻ വെറുക്കുക. ഈ 3 കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ അയാൾക്ക് ഈമാനിന്റെ മധുരം ലഭിച്ചു. അടുത്ത ചോദ്യം യുബ്ഗിദുൽ മഅസിയത വ അഹ്ലഹ മൻ തെറ്റിനെയും തെറ്റ് ചെയ്യുന്ന ആളുകളെയും വെറുക്കണം. ആര്? അൽ മുഹിബ്ബു ലിത്വാഅ വ അഹ്ലിഹ അനുസരണയെയും അനുസരിക്കുന്ന ആളുകളെയും ഇഷ്ടപ്പെടുന്നവൻ എന്ത് ചെയ്യണം? തെറ്റിനെയും തെറ്റിന്റെ ആളുകളെയും വെറുക്കണം. നക്തുബുൽ മഅന നമുക്ക് അർത്ഥം എഴുതാം. ഹലാവത്തുൻ മാധുര്യം, ഇഫ്ഫത്തുൻ ചാരിത്രശുദ്ധി, ഹുലൂലുൻ സൗഭാഗ്യങ്ങൾ, അൻഖദ രക്ഷപ്പെടുത്തി, ലദീദുൻ ആസ്വാദകരം.